വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഇതേ ചിക്കനാണ്. ഒരു എളുപ്പത്തിൽ നമുക്കൊരു ചിക്കൻ എങ്ങനെയാണ് വറുത്തെടുക്കണമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പ ചെറുപ്പത്തിൽ മുറിച്ചെടുക്കാം. ഇവിടെ ചെറുതാക്കി മുറിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇനി വലിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാനും സാധാരണ മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-3.5 ടീസ്പൂണ് നമ്മളെ ചിക്കൻ്റെ അനുസരിച്ചിട്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ടും പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഇടുന്നത് കുറച്ച് ഇതേപോലെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് അതേപോലെ ഒരു 1.5 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല പേസ്റ്റ് ആക്കിയത്, അതായത് ഒരു വലിയ ടീസ്പൂണോളം ഉണ്ടാവും. അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് ഒരു മുട്ടയാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്കിതിൽ വിനീഗർ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടികളും എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചതിലേക്ക് നല്ലോണം കറിവേപ്പില ഒന്ന് ഇങ്ങനെ പിച്ചിട്ടിട്ട് അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയുടെ പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ടാൽ നല്ല കളർ കിട്ടും നമുക്ക്. നമ്മൾ കളറൊന്നും ചേർക്കണില്ല. നല്ല ഒരു ആ കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഇട്ട് നമ്മൾ കുഴയ്ക്കുമ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും നല്ലൊരു മണം വരും. നമ്മൾ എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കാം. അപ്പോൾ അത് എല്ലാം ചിക്കനിലേക്ക് പിടിക്കും. ഓവർനൈറ്റ് വെച്ചാൽ തലേ ദിവസം ഇപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം രാത്രിയൊക്കെ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കും, എന്നിട്ടാണ് വറക്കാം. ഞാൻ ചിക്കൻ വറക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് നെയ്യ് അതിൻ്റെ കൂടെ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി. ഇനി നമുക്ക് ഓരോ ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം. ചിക്കനൊക്കെ വറക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവരും ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രം. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് കുറച്ച് പച്ചമുളക് വറുത്ത് ഇടാം. കരുത്തി കുറച്ച് കറിവേപ്പില കൂടി വറുത്തത് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വറുത്തെടുത്തു. അത് ഇതേപോലെ കുറച്ച് മുളക് വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് മുളകും വറുത്തിട്ടാൽ അതൊരു നല്ല ടേസ്റ്റാട്ടോ ആ മുളക് തിന്നാൻ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്, എന്ത് ഫ്രൈ ആണെങ്കിലും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിക്കൊന്ന് ചിക്കനൊന്ന് വറുത്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.